ഒരു ഇച്ചിരി ഉളുപ്പുണ്ടടി നിനക്ക്. 7:30 എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 7:30 എണീച്ചിരിക്കണം. 7 മണിക്ക് എണീച്ചു. നീ 7 മണിക്ക് എണീച്ചത്? ഞാനിവിടെ 6 മണിക്ക് എണീച്ചിട്ട് ഗൈസ്, ഞാനിവിടെ 6 മണിക്ക് എണീച്ചിട്ട് എന്നെ വീണ്ടും കിടത്തി ഉറക്കി. ഞാൻ 7 മണിക്ക് എണീച്ചു. 7 മണിക്ക് എന്തിനാ നമ്മൾ എണീച്ച്? എന്തിനാന്ന്? കുളിക്കാനാ? ഇവിടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ പോകുന്ന ടൈം കണ്ട. ടൈം എത്രയായി ഫോൺ എടുത്ത്? 8:54. ഫസ്റ്റ് ടൈം നമ്മുടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ദേവ്. പക്ഷെ നല്ല ലുക്കിൽ വന്ന് നിന്നിട്ടുണ്ട്. എന്റെ ലുക്കും അടിപൊളിയാണ്. എന്താ എന്താന്നറിയില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് മഴ വരെ മാറി നിന്നതും തോന്നുന്നു. അതൊന്നല്ലേ. പക്ഷെ ഇനി കുറച്ച് മറ്റേ വീഡിയോസ് എല്ലാം വേറെ അവിടെ നിന്ന് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. അതാണ് ഇങ്ങനെ ഒരുങ്ങി വന്നത്. അല്ലെങ്കിൽ ചപ്രി ലൊക്കയിൽ വരും. അനക്കെന്ത് ചപ്രി ലുക്ക് വന്നു? നിനക്ക് ഇനിയിപ്പോ മോർണിംഗ് പോവാന്നുള്ള പ്ലാനെല്ലാം മാറിപ്പോയി. കാരണം ഇനിയിപ്പോ ഈ വെയിലത്ത് തന്നെ പോകേണ്ടി വരും. പക്ഷെ വെയിൽ വന്നത് നന്നായി. കാരണം ഇന്നലെ കംപ്ലീറ്റ് നല്ല മഴ തന്നെയല്ലേ. ഇന്നലെ നമ്മൾ ടൗണിൽ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. തലശ്ശേരി, കണ്ണൂർ ഏരിയ എല്ലാം വെള്ളക്കെട്ടായിരുന്നു കംപ്ലീറ്റ്. ഗൈസ്, അപ്പൊ ഞാനും അമ്മയും സ്ഥിരമായിട്ട് വരുന്ന ക്ഷേത്രത്തിലേക്ക് ഇതാ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. എച്ചോളൂ ചിരിപ്പൂരല്ലേ? ഇവിടുന്നല്ല, അതല്ല അങ്ങന്ന്. എനിക്ക് ഇവളെ റിയാക്ഷൻ അറിയണം ഈ അമ്പലത്തിൽ കയറി വന്നപാടുള്ളത്. കംപ്ലീറ്റ് ആൾക്കാരായിട്ട് ഇവിടെ. എനിക്കൊന്നും എന്തോ കല്യാണം ഉണ്ട് തോന്നുന്നല്ലേ? അയ്യോ, ഇവിടെ എന്തോ കല്യാണം തോന്നുന്നു. നമ്മളെല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് ക്ഷേത്രം? ഇഷ്ടപ്പെട്ട? നല്ല വെയിലും. ഇനി അതിന് കണക്കായിട്ടുള്ള ഡ്രസ്സാ സെലക്ട് ചെയ്ത് വന്നത്. അതാണ് നല്ല രസമുണ്ട് കാണാൻ. ഞാനാണെങ്കിൽ കണ്ട, ഞാൻ ജിയോട് കോമ്പിനേഷനാണ് പാന്റ്. ഇത് തൊഴാൻ കയറട്ടെ. ഒരാള് തൊഴുതിട്ടെല്ലാം സെറ്റായിട്ട് വന്ന്. എങ്ങനെയുണ്ട് നമ്മളെ ക്ഷേത്രം? ഇഷ്ടപ്പെട്ട? കൊള്ളാവോ? ഇവരകത്തുനിന്ന് അധികം സംസാരമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഭക്തി മാർഗത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈൻ. അതെ. അപ്പൊ നീ ദൈവത്തിനോട് സംസാരിക്കുന്നത്? നിങ്ങളെല്ലാം കാണുന്ന പോലെ തന്നെ സ്ഥിരം അമ്മേനെയും കൂട്ടിയിട്ടില്ല ഞാനിവിടെ വരല്. ഇനി മുതൽ കംപ്ലീറ്റ് ചേഞ്ചായി. ഇനി ഇതാ ഭാര്യയിലെയും കൂട്ടി വന്നു. അമ്മേനെയും കൂട്ടി ഇനി വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ കാണാം. ഇവിടെ ഇനി വ്ളോഗ് എടുത്ത് വരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. വരുവോടെ? അമ്മ ഇവിടെ ഓട്ടിക്കും അവിടുന്ന്. പക്ഷെ എങ്ങനെയുണ്ട് അമ്പലത്തിന്റെ ആംബിയൻസ്? ഇഷ്ടപ്പെട്ട? ഇതൊന്നല്ല നീ കാണേണ്ടത്. ഉത്സവം തുടങ്ങുന്ന സമയത്തിന് ഇവിടെ വേറെ തന്നെ അടിപൊളി വൈബാണ്. ഇപ്പൊ മഴയെല്ലാം ഇറങ്ങിയോണ്ടാണ്. ഇന്ന് കണ്ടില്ല, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആണ്. അടുത്തൊരു മഴ വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ വീട് പിടിക്കണം. പക്ഷെ എന്തായാലും കുറച്ച് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് പോവല്ലേ. ആ കാണുന്ന സ്റ്റേജില്ലേ, ആ കാണുന്ന സ്റ്റേജില് നിനക്ക് വേണമെങ്കിലും ഡാൻസ് കളിക്കാം. പക്ഷെ ഇവിടെ കൂടുതലും സിനിമാറ്റിക് ഒന്നും നടക്കൂല. ഇവിടെ സെമി ക്ലാസിക്കൽ നടക്കും, അല്ലാത്ത നോർമൽ ക്ലാസിക്കൽ ഡാൻസിലും നടക്കും. അതിലെ പോയിട്ടുണ്ടെങ്കിൽ നീ തെന്നി വീഴും. ഇങ്ങോട്ട് നടക്കും. ഇത്രയും വഴി വെച്ചിട്ടാണ് നമ്മള് ആ പുല്ലിലൂടെ തന്നെ നടക്കണം എന്ന് തീരുമാനം. അത് വരുമ്പം അത് വൈകുന്നേരം വരും. ഇവിടെ ഇപ്പൊ നല്ല കൊട്ട വെയിലായില്ലേ. ഞാനൊരു മഴേന്റെ ഒരു വൈബ് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ വന്നത് എങ്ങനെയുണ്ട് നമ്മളെ ക്ഷേത്ര പരിസരം? ഇഷ്ടപ്പെട്ട? നിങ്ങളവിടെ ഇതുപോലെ ഉണ്ടോ? ഇങ്ങനെയുണ്ട് ഇത്ര വിശാലമായ സ്പേസ്? ഈ കാണുന്ന പാർക്കിംഗ് സ്പേസ് അല്ലേ ഇല്ല ഇവിടെ കാണുന്നത്? ഇതെല്ലാം ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അനുവദിക്കൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 ആനയെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്ന ഉത്സവമാണ്. ആ സമയം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നീ വന്ന ടൈം കുറച്ച് മാറിപ്പോയി. ഇതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പറഞ്ഞത് 7:30 വന്നാലും നിനക്ക് ഈ വെയിൽ അനുഭവിക്കേണ്ടി വരില്ല. നമ്മൾ തന്നെ ക്ഷേത്രത്തിന്റെ പിൻവശമാണ്. ഇതുവഴിയാണ് ആനകളെല്ലാം ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ആ ദൂരെ അങ്ങ് വേണ്ട ആൽത്തറ, അവിടെയാണ് ആനകളെല്ലാം കുളിപ്പിക്കുന്ന സ്ഥലം. മനസ്സിലായ? എന്ത് മനസ്സിലായി? ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലം. ആനേനെ കണ്ടില്ല നീ? ആന ഉണ്ടാവില്ല. ആന ഉത്സവ സീസണിൽ മാത്രമേ ഉണ്ടാവൂ. അതെ, ഏപ്രിൽ മാസം ഉണ്ടാവും. വിഷുവിനാണ് ഇവിടെ മെയിനായിട്ട് ഉത്സവം നടക്കുന്നത്.
ഗൈസ് ഇവിടുന്ന് ഇവർക്ക് ഫോട്ടോഷൂട്ടെല്ലാം വേണമെന്നാ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കാലാവസ്ഥ കംപ്ലീറ്റ് മാറിപ്പോയി. 100 വട്ടം ഞാൻ നിന്നെ എണീപ്പിച്ച് വിളിച്ച്, ഞാൻ 6 മണിക്ക് വിളിക്കാൻ തുടങ്ങിയല്ലേ, എന്നിട്ട് നീ എണീച്ചിരാ. അല്ല ഇനി സമയമുണ്ടല്ലോ ഇവിടെ. എന്ത് സമയം, ഇനി ചിറകാണാവാ. ഇവിടുത്തെ ഏറ്റവും നല്ല വലിയ ചിറകാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാണാം. 2 ഷോട്ട് എടുത്ത വീഡിയോക്ക് അതെടുത്ത് തരാം. അത് അവിടെ നിന്ന് എടുക്കാൻ പോരെ? അവിടെ നിന്ന് എടുക്കാം, എവിടെ നിന്ന് വേണേലും എടുക്കാം. ഇവിടെ പണ്ട് നടന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. ഞാനും അച്ഛനും പിന്നെ ഏച്ചിയും ഏട്ടനും കൂടി സിനിമ കാണാൻ പോയി, മഞ്ഞോടി. ഏച്ചീനെ അറിയില്ലേ, നയനേച്ചി. എന്നിട്ട് നമ്മളെല്ലാം പോയിട്ട് ഇതുവഴിയാ തിരിച്ചു വന്നത്. അതായത് നമ്മള് അവിടെ അങ്ങോട്ടായിട്ടൊരു ഇതുണ്ട്, ലിബർട്ടി, ഇപ്പൊ പൂട്ടി, ഇപ്പൊ ജസ്റ്റ് കല്യാണത്തിന് മാത്രമേ നടക്കൂ. എന്നിട്ട് അവിടെ നിന്ന് നമ്മള് തിരിച്ച് ഇതോ വഴി എങ്ങാനും വന്നിട്ട് അപ്പുറത്ത് അവിടെ ഇവിടെ ഇരിക്കുന്നില്ല, പിള്ളേർ ഇരിക്കുന്നില്ല, അതിന്റെ അടുത്ത് വന്നിട്ട് നടന്നു പോതാ. അവിടെ അച്ഛൻ എല്ലാവർക്കും മുസമ്പി വാങ്ങിച്ചു തരും. അപ്പം എല്ലാവരുടെ കയ്യിൽ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ചേച്ചീൻ്റെ കയ്യിൽ ആ മുസമ്പി എടുത്തിട്ട് അറിയാണ്ട് താഴെ വീണ് പോയി. താഴെ വീണിട്ട് പിന്നെ നേരെ വന്ന് വീണത് നേരെ വെള്ളത്തിലാണ്. അവിടെ ചേച്ചി എന്ത് ചെയ്തു, ഡൈവിംഗ് സ്റ്റാറിനെ പോലെ വന്നിട്ട് വെള്ളത്തിലേക്ക് ചാടിയല്ല, വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈയിട്ടെടുക്കൂല, അപ്പോൾ നേരെ വഴിക്കടിയാണെന്നില്ല, ഇവിടെ ഇങ്ങനെ കാല് തെന്നിട്ട് ഒറ്റ വീഴ്ച വെള്ളത്തിന് വീണ്. അപ്പൊ ചേച്ചി മറ്റേ പാവാടി അങ്ങനത്തെ ഫ്രോക്ക് ടൈപ്പ് സാധനം ഇട്ടത്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കൊണ്ട് ഞാൻ വെള്ളത്തിൽ നോക്കുമ്പോൾ മറ്റേ കഥകളിയിൽ ഇങ്ങനെ നിൽക്കൂല, അതുപോലെ അങ്ങനെ പൊങ്ങി കിടക്കുന്നത്. കൂട്ടത്തില് എല്ലാം കൊടയുണ്ട്, കൊട ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിന്റെ മറ്റേ വെയിറ്റ് ബാലൻസിംഗിൽ അവിടെ നിൽക്കുമല്ലോ, അങ്ങനെ നിന്ന്. എനിക്ക് അവസാനം അച്ഛനാണ് കയ്യോടെ പിടിച്ചു തന്നിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കൊണ്ട് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത്. അതാ ഞാൻ നിന്നോട് പറഞ്ഞു, ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. നിങ്ങളവിടെ ഇങ്ങനത്തെ ക്ഷേത്രത്തിൽ അറിയണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇറക്കൂല അവര്, അറിയത്തില്ല, വേലി കെട്ടി വെച്ചേക്കും. വീഴും എന്നുള്ള ഒരു. ഇവിടെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ഇരിക്കാൻ പറ്റുന്നില്ല ഇവിടെ, ഇവിടെ മഴക്കോള്. ഓ ഇതിപ്പോ മിക്കവാറും നമുക്ക് കണക്കായിട്ടുള്ള മഴയാണല്ലോ. അതാ വെയില് മാറി, നീ പറഞ്ഞ ഉടനെ തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് മാറിയത്. ഏത് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർ കെട്ടിയ കണക്കൊന്നുമല്ല ഇത്. പണ്ട് ഇങ്ങനത്തെ ഈ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇപ്പല്ല, കുറെ വർഷങ്ങൾക്ക് മുന്നേ എല്ലാം കംപ്ലീറ്റ് നവീകരിച്ചിട്ടാണ് ഈ അമ്പലം റെഡിയാക്കിയത്. നല്ല വലിയ സൈസുള്ള മീനാണ്, ഉമ്മി മീനാ. അയ്യേ, ക്ഷേത്രത്തിലെ മീനാത്. എന്നാ ചോദിച്ചേ, തമിഴ്നാട്ടിലുള്ളവര് എന്താ ഇവിടാന്നാ? അപ്പൊ ശബരിമല എവിടെയാ? കേരളത്തില്. അപ്പൊ അവിടുന്ന് എല്ലാരും വരുന്നില്ലേ? അതിൽ ചോദ്യമില്ല, ഭക്തിയിൽ ചോദ്യമില്ല. ഇവിടെ ഒരാൾ പിണങ്ങിയിട്ട് അങ്ങോട്ടേക്ക് മാറി നിന്നേ, പക്ഷെ അതേപോലെ റിട്ടേൺ വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയാ, അവിടെ ദൂരെ കണ്ടു, ഇതൊക്കെ പട്ടികളെ പേടിയാ. തിരിച്ചങ്ങോട്ടേക്ക് നടന്ന് ഇനി ഞാൻ എങ്ങോട്ടേക്ക് നടന്നാലേ അവള് വരും. നമുക്ക് നോക്കാം എവിടെയുള്ളതെന്നുള്ളത്. ദൈവമേ, ഈ നാറികൾ അന്യം തേടി വരുന്നേ ആണല്ലോ. എന്നാലും കുഴപ്പമില്ല, വിട്ടുകൊടുക്കൂല. എന്തേ, ഹലോ, എന്താണ്? ഒന്നും പറയാനില്ലേ? നിനക്ക് എൻ്റെ അമ്മേൻ്റെ രോഗം പിടിപിടിച്ചാ ഒന്നും പറയാത്ത മൗനവ്രതത്തിലേക്ക് പോയാ? ചിരിച്ചോ. ഗൈസ്, ഇവിടെ ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് എവിടെയോ മുങ്ങി മറഞ്ഞു. പിന്നെ അങ്ങനെയൊന്നും പോവരുത് കേട്ടാ. വെള്ളത്തിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയ കൂടിയില്ല. പോട്ടെന്നാ? എന്താ പോട്ട് ഗൈസ്, നമ്മൾ പിന്നെ വരാം, പിണക്കെല്ലാം മാറിയിട്ട് വരാം. ഗൈസ്, നമ്മളപ്പോ അമ്പല ദർശനം കഴിഞ്ഞിട്ട് മടങ്ങി പോകാൻ പോകുന്നത്. കാരണം മഴ പെയ്തു തുടങ്ങി. വേഗം വീട്ടിൽ പോവാ, അല്ലെങ്കിൽ അച്ഛൻ എവിടുന്നതില്ല കൊണ്ട് കളയാച്ച. ദൂരോട്ടം പറഞ്ഞ കുറെ കൊള്ളാൻ വേണ്ടിയിട്ട് നടന്നോ. പെട്ടെന്ന് നടന്നാൽ പെട്ടെന്ന് മഴ നനഞ്ഞുകൊണ്ട് കിട്ടാം. പക്ഷെ അത് കുഴപ്പമില്ല, അച്ഛൻ്റേത് നിരക്കാ കിട്ടാ ചീത്ത. നല്ലോണം പെയ്ത് തൂക്കിയല്ലോ അതാ നനഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി പരിവായി. ഇനി വീട്ടില് അച്ഛനമ്മ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ചീത്ത ഉള്ളത് കേൾക്കാം. ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം, കേറിക്കൊണ്ടോളൂ. അമ്മേ, എന്താ അമ്മേ, നനഞ്ഞു കുളിച്ചു. അയ്യോ ഗായ്സ്, നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറമായി പോയി. വേഗം കയറി ചെല്ലട്ടെ.
എന്നാ ഞാനും കുപ്പായം കൂടി ഇടാണ്ട് എടുക്കറിയ പോവാ. കൊത്ത കഴിപ്പ് കൊത്ത നരഞ്ഞു പണിയായി വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, അതാ നല്ലത്. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്പലത്തിൽ പോയിട്ട് കൊള്ളാം, നല്ല നനഞ്ഞു കുളിച്ച് നിങ്ങൾ എന്നെ കണ്ടില്ലേ? അതായത് മറ്റേ ഏതോ രീതിയിൽ പറയുന്നു, സിനിമയിലെല്ലാം പറയുന്ന പോലെ മറ്റേ ഏതോ ഇതായിട്ട് പോയി അവസാനം ഇങ്ങനെയായിട്ട് എന്തായാലും നനഞ്ഞ് കുടിച്ച് കയറാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ രണ്ടാളെയും കൂടെ. ഇവക്ക് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവക്ക് ഒരു ട്രാൻസിഷൻ വീഡിയോന് വേണ്ടിയിട്ട് കാത്തു വെക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റ ചെക്കിയിട്ടുണ്ടെങ്കിൽ വരും. ഇപ്പല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുമല്ലേ, എഡിറ്റെല്ലാം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല അവിടെ നിന്ന്. പിന്നെ അവിടെ നിങ്ങൾ തന്നെ കണ്ടല്ലേ, അവിടെ നിന്ന് ഫുള്ള് ഷോ അല്ലേ? നീ തന്നെ അവിടുന്ന് പിണക്കം മറ്റേന്ന് പറഞ്ഞിട്ട് അവസാനം മഴ കിട്ടിയപ്പോഴത്തേക്കും ഒക്കെ പിണക്കും ഇല്ല, ഒന്നുമില്ല. വെറോ ടൈപ്പ് തന്നെ. അപ്പൊ ഗൈസ് ബെസ്റ്റ്. നമ്മളിവിടെ വന്നു കയറി ഇവിടെ തന്നെ കറണ്ട് പോയി. അതായത് തലശ്ശേരിയിലുള്ള എല്ലാ KSEB ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഒരു ചെറിയ ജസ്റ്റ് മഴ പാറുമ്പോൾ നിങ്ങൾ കറണ്ട് പോക്കുന്ന തെണ്ടിത്തരം ഉണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളുക. ഇവരവിടെ ഞാൻ ശരിക്കും നിന്ന സമയത്ത് പോലും ഇവരവിടെ അങ്ങനത്തെ ഘോര മഴയാണ്, അത് ഇടിയും മിന്നലും. പക്ഷെ നമ്മളെ ഏരിയയിൽ മാത്രമാണ് എപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര മോശം പരിപാടിയാണ്. അത് കാറ്റും ഇല്ല, നീങ്ങനൊരു ചെറിയൊരു മഴ പാറുമ്പോഴത്തേക്ക് ഇവര് കറണ്ട് പോക്കുക. ഇവര് പണിയെടുക്കുന്ന സംഭവം നമുക്ക് മനസ്സിലാവും, അതെല്ലാം ഓക്കെ തന്നെ. പക്ഷെ ചെറിയൊരു കറണ്ടങ്ങ് പോയി. അതുകൊണ്ടാണ് നിന്റെ ട്രാൻസിഷൻ വരെ ലേറ്റ് ആവാൻ വേണ്ടി കാരണം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്. ഇന്നത്തെ വീട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ചെറിയൊരു മിനി ബ്ലോഗ്, കുഞ്ഞു ബ്ലോഗ്. കാരണം ഇവിടെ രാവിലെ എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാണിച്ചു തരായിരുന്നു എന്നറിയും. പക്ഷെ ഒന്നും കാണിക്കേണ്ട ടൈമില്ല. അതല്ല അതായത് കുറെ നമുക്ക് കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ തെണ്ടി കിടന്ന് ഉറങ്ങി, ഞാൻ ഒറ്റ എഴുതി കാരണം ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.